പറയുന്നത് സച്ചിദാനന്ദൻ എന്ന സുപ്രസിദ്ധനായ കവിയുടെ ഒരു പോയമാണ്. ഇതിൽ കവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിക്ക് എന്ന് പറയുന്നത് ഒരു തരം അംഗവൈകല്യമല്ല എന്നാണ് പറയുന്നത്. ഇതൊരു തരം സംഭാഷണ രീതിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ അദ്ദേഹം വിക്കിനെ താരതമ്യപ്പെടുത്തുന്നത് വർത്തമാനത്തോടാണ്. അതായത് സംസാരിക്കുമ്പോഴുള്ള വിക്കിനെ അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നത് നടക്കുമ്പോഴുള്ള മുടന്തിനോടാണ്. വിക്ക് നിശബ്ദതയാണ്. വാക്കിൻ്റെയും അർത്ഥത്തിൻ്റെയും ഇടയ്ക്കുള്ള നിശബ്ദതയാണ് വിക്ക് എങ്കിൽ മുടന്ത് എന്ന് പറയുന്നത് വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും ഇടയ്ക്കുള്ള നിശബ്ദതയാണ്. അദ്ദേഹം അത്ഭുതപ്പെടുന്നു, വിക്ക് ഭാഷയുടെ ആദ്യമുണ്ടായോ അല്ല പിന്നീടുണ്ടായോ എന്ന്. മറ്റൊരു ചോദ്യം, വിക്ക് എന്ന് പറയുന്നത് ഒരു ഭാഷയാണോ അല്ലെങ്കിൽ അതിലെ പദപ്രയോഗങ്ങൾ മാത്രമാണോ? അദ്ദേഹം ഒരു പ്രാപഞ്ചികമായ ഒരു ചിത്രം ഈ വിക്കിന് കൊടുക്കുന്നത് കൊണ്ട് എന്നിട്ട് അദ്ദേഹം പരിശോധിക്കുന്നത് ഈ മനുഷ്യൻ്റെ അപൂർണതയ്ക്ക് കാരണം എന്താണെന്ന്. കവിയുടെ അഭിപ്രായത്തിൽ നമ്മളൊരു അപൂർണമായ ലോകത്താണ് ജീവിക്കുന്നത്. ഈ ലോകം സൃഷ്ടിച്ചത് അപൂർണമായ ഒരു ദൈവത്തിനാലാണ്. എല്ലാം അപൂർണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അപൂർണതകൾ, ഈ വ്യത്യാസങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിൻ്റെ ഒരു സുഗന്ധദ്രവ്യമാണ്, അല്ലെങ്കിൽ ജീവിതത്തിന് സ്വാദ് വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം അവസാനം കണ്ടെത്തുന്നു. താങ്ക് യു.